ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്നുള്ളതാണ്. അതായത് അവരുടെ തനി നിറം, തനി മുഖം അല്ലെങ്കിൽ തനി ക്യാരക്ടർ എന്താണ്, എന്തെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണ് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാല്യൂഡ് ആയിട്ടിടും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഷഫിളിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഓർത്തുകൊണ്ടിരിക്കുക. യൂണിവേഴ്സിനോട് നല്ലൊരു റീഡിങ് തരാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ കാർഡുകൾ ഷഫിൾ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ, തേർഡ് കാർഡ് കിങ് ഓഫ് കപ്സ്, ഫോർത്ത് കാർഡ് ദ ലവേഴ്സ്, ഫിഫ്ത്ത് കാർഡ് 8 ഓഫ് വൺസ്, സെവൻത്ത് കാർഡ് 3 ഓഫ് കപ്സ്, പേജസ് ഓഫ് സോഡ്സ്, 9 ഓഫ് സോഡ്സ്, ദ ഹെർമിറ്റ്, ജസ്റ്റിസ്. ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിയൽ ഫേസ് എന്താണ് എന്നുള്ളതാണ്. അത് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണോ നിങ്ങളോട് എക്സ്പോസ് ചെയ്യുന്നത്, അതോ അവർക്ക് എന്തെങ്കിലും ഹിഡൻ ഫീലിങ്സ് ഉണ്ടോ, അതായത് അവരുടെ ഒരു തനി നിറം ആണ് നിങ്ങളെന്ന് ഇവിടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ സമൂഹത്തിൻ്റെ മുന്നിൽ, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സമൂഹത്തിൻ്റെ മുന്നിൽ കാണുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാപ്പി ആയിരിക്കുന്നു, നേട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, അവർക്കെല്ലാം കിട്ടിയിരിക്കുന്നു എന്നെല്ലാമാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതായത് നിങ്ങൾക്കോ അല്ലെങ്കിൽ അവരെ അറിയാവുന്ന മറ്റുള്ളവർക്കോ ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൺ വളരെ സന്തോഷകരമായ നാളുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നിയേക്കാം. അപ്പോൾ നിങ്ങളുമായിട്ടും തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ ഒരു പേഴ്സണ് എങ്ങനെ ഞാനില്ലാതെ ഇങ്ങനെ സന്തോഷകരമായിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നു, ഇവർ അത്രത്തോളം ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചീറ്റിങ് എന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? ഞാനിവിടെ വല്ലാതെ ഒരു ഡിപ്രസ്ഡൊക്കെ ആയിട്ടിരിക്കുകയാണല്ലോ, ഇവരെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു രീതിയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പേഴ്സണ് സൊസൈറ്റിയിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയോ അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുള്ള ഒരാളായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അതുമല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി. കാരണം നല്ല രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റോട് കൂടിയ ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെയും കുടുംബവും ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. ഒരു ഫാമിലി ടൈപ്പ് വ്യക്തി ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ
ആയിരിക്കാം അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നോക്കി നടത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പല കാര്യങ്ങളിലും ഒരു ഡിഫറൻസ് ഉണ്ടാകാം. ഒരു പക്ഷേ ക്യാരക്ടറിലായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ടൈപ്പ് ക്യാരക്ടറുള്ളവരായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ ഭയങ്കര ഒരു ട്രഡീഷണൽ, മറ്റേ ആളൊരു മോഡേൺ ആയിട്ടുള്ള വ്യക്തി. ചിലപ്പോൾ അത് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിലീജിയനിൽ പെട്ട ഒരാളുകളായിരിക്കാം. എങ്ങനെ നോക്കിയാലും നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അന്തരമുള്ള വ്യക്തികൾ തന്നെയാണ്. അതുപോലെ കറൻ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് യാതൊരു അടുപ്പവും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അവർ വല്ലാണ്ട് മാറിപ്പോയിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം. ഈ ഒരു പേഴ്സണ് ഇതെന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇത്രത്തോളം മാറിപ്പോയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള എല്ലാ ഇമോഷൻസും ഈ വ്യക്തി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളോടുള്ള എല്ലാ ഇമോഷൻസും ഈ വ്യക്തി ഹൈഡ് ചെയ്ത് ഒളിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിലൊരു സൊസൈറ്റിയെ പേടിക്കുന്ന ഒരാളാണ് ഈ പേഴ്സൺ. കാരണം അവരെ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും സൊസൈറ്റിയെ കൂടി മാനിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പേരിന് ഒരു കോട്ടവും തട്ടാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റി ഫിയറൊക്കെ ഉള്ള ഒരാളാകുമ്പോൾ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ പല ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അവരൊരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ പല ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ അവരൊരു ഫാമിലി, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, സൊസൈറ്റി, ഇങ്ങനെ പലരെയും പരിഗണിച്ചിട്ടായിരിക്കാം ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നടന്നകലാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ. നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ തനിക്ക് തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ പോയിട്ടുള്ളത്. ചിലപ്പോൾ അറിയിക്കാതെ തന്നെയായിരിക്കാം, സൈലൻ്റായിട്ടായിരിക്കാം ഉണ്ടാവുക. ചില സമയങ്ങളിൽ വന്നുപോയി നിൽക്കുന്നവരൊക്കെ ആകാം. പക്ഷേ പണ്ടത്തെ പോലെ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഏത് തരത്തിലായാലും ഇത് നിങ്ങളെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ഘട്ടം എത്തിയപ്പോൾ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്കാവില്ല. ആ സമയത്ത് ആ സമയം മുതൽ ഈ പേഴ്സൺ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു റിലേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങൾക്കും അത് ഇതൊരു ബേർഡനായിട്ട് ഞാൻ ചുമക്കുന്നു, എന്നാൽ വേണ്ടെന്ന് വെച്ചേക്കാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാകും. നിങ്ങളും അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തികൾ തന്നെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് യാതൊരു പരിഗണനയും തരാതെ പോയപ്പോൾ ഇനി എനിക്ക് വേണ്ട, എനിക്ക് വിഷമിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ ഇനി എൻ്റെ ഒരു കാര്യത്തിലേക്കൊക്കെ പോകും, ഞാനും മൂവ് ഓൺ ചെയ്യും എന്നൊക്കെ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താലും ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളായിരിക്കും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി വല്ലാതെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ചിലപ്പോൾ അത് ഒരു തേർഡ് പാർട്ടിയുടെ പ്രേരണ കൊണ്ടാകാം, മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തതാകാം. അങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുപാട് ശ്രമിച്ച് തോറ്റിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഒരുപാട് ശ്രമിച്ച് തോറ്റുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പല ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കി തോറ്റുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് അവരുടെ മനസ്സ് തന്നെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ കറൻ്റ് ഈ പേഴ്സൺ തൻ്റെ വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് കാണിക്കാൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥ അവർ ആരോടും ഷെയർ ഉണ്ടാകുകയുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പേഴ്സണ് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലൈഫ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുപോലെ വിട്ടുപോകാനായിട്ട് സാധിക്കാത്തതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് എനർജീസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും ഇതിൽ നിന്ന് ഊരിപ്പോകാൻ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ വ്യക്തി വിചാരിച്ചാലും കഴിയുകയില്ല. കാരണം ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങളെ അടുപ്പിച്ച് ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്.
പക്ഷേ ഈ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ അടുത്തു നിന്ന് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളും ഈ വ്യക്തിയിൽ നിന്ന് വിട്ടു പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷേ രണ്ടുപേർക്കും ഇത് നടന്നിട്ടില്ല. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് വീണ്ടും അടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. ഊരിപ്പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. നിങ്ങളുടെ ഓർമ്മകളെ വിട്ട് കളയാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നാളെ കാണാം. നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.